ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിഷ ജ്ഞാനത്തിന്റെ പ്രകാശം നിറഞ്ഞ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമസ്കാരം. ഋഷിപ്രോക്തത്തിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. ഇന്ന് നാം പരിശോധിക്കുന്നത് കന്നി രാശിക്കാർക്ക് 2026, 2027, 2028 എന്നീ വർഷങ്ങൾ എങ്ങനെയുണ്ടാകും എന്നുള്ളതാണ്. ജീവിതത്തെ ക്രമപ്പെടുത്തി മുന്നോട്ട് പോകാൻ വരും വർഷങ്ങളുടെ ഒരു ഫലങ്ങൾ അറിഞ്ഞിരിക്കുന്നത് പ്രയോജനകരമാണ്. അതുവഴി നമുക്ക് ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കും. അതിനുവേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. മറ്റുള്ള രാശിക്കാരുടെയും വീഡിയോകൾ ചെയ്യുന്നുണ്ട്, അതൊക്കെ കാണുക. ആദ്യം നമുക്ക് കന്നിരാശിക്കാരുടെ പൊതുഫലങ്ങൾ ഒന്ന് പരിശോധിക്കാം. പൊതുവായ ഗുണങ്ങളും ഭാഗ്യവുമാണ് പറയുന്നത്. കന്നിക്കൂറിൽ വരുന്നത് ഉത്രത്തിന്റെ മുക്കാൽ ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. കന്നിരാശി എന്നത് ബുധന്റെ ആധിപത്യമുള്ള ബുധന്റെ രാശിയാണ്. ഒരു ഭൂതത്വ രാശിയാണ് കന്നി. അതുകൊണ്ട് തന്നെ ഈ രാശിക്കാർക്ക് സ്വാഭാവികമായി ലഭിക്കുന്ന ചില അനുഗ്രഹങ്ങളുണ്ട്. ഇവർ അത്യന്തം ബുദ്ധിശാലികളായിരിക്കും. കൃത്യതയും ക്രമശീലവും ഉള്ളവരാണ്. ഉത്തരവാദിത്വ ബോധം ഇവരിൽ കൂടുതൽ ഉണ്ടാകും. വിശ്വസനീയവും സത്യസന്ധരുമായിരിക്കും ഇവർ. ചെറിയ കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തുന്നവരായിരിക്കും ഇവർ. പ്രശ്നങ്ങൾ വേഗത്തിൽ പരിഹരിക്കാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ടാകും. ശുചിത്വവും ശാന്തതയും ഇഷ്ടപ്പെടുന്നവരാണ് ഇവർ. ബുദ്ധിയും ധൈര്യവും ആരോഗ്യവും ഇവർക്ക് സ്വാഭാവികമായിട്ടുള്ള അനുഗ്രഹങ്ങളാണ്. കന്നിരാശിക്കാരുടെ ഭാഗ്യ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കാം. സമ്പാദ്യശേഷി ഇവർക്ക് കൂടുതലായിരിക്കും. മെല്ലെ മെല്ലെ ഇവർ വലിയ വലിയ നേട്ടങ്ങളിലേക്ക് എത്തുന്നവരാണ്. സ്വന്തമായി വീട്, ഭൂമി, സ്വത്ത് എന്നിവയൊക്കെ നേടാൻ യോഗമുള്ളവരാണ്. പഠനത്തിലും അക്കൗണ്ടിങ്ങിലും ഇവർക്ക് നല്ല കഴിവുണ്ടാകും. തൊഴിൽ മേഖലയിൽ പൊതുവെ മറ്റുള്ളവരുടെ വിശ്വാസം നേടുന്നവരാണ് ഇവർ. വിദേശ ബന്ധങ്ങളിലും നേട്ടം ലഭിക്കുന്നവരാണ്. ബന്ധങ്ങളിലും കുടുംബജീവിതത്തിലും ഇവരുടെ പ്രത്യേകതകൾ കൂടി പരിശോധിക്കാം. കന്നിരാശിക്കാർ പുറത്ത് പൊതുവെ ശാന്തരായിരിക്കും, എന്നാൽ ഉള്ളിൽ വളരെ സ്നേഹമുള്ളവരാണ്. കുടുംബത്തെ കരുതലെടുക്കുന്നവരാണ്. പങ്കാളിയോട് ആത്മാർത്ഥത കാണിക്കുന്നവരാണ്. കൂടാതെ മക്കൾക്കായി ത്യാഗം അനുഷ്ഠിക്കുന്നവരാണ്. കുടുംബത്തിൽ ക്രമവും സമാധാനവും ആഗ്രഹിക്കുന്നവരാണ്. ബുധന്റെ സ്വാധീനമുള്ളതിനാൽ ഇവർ ആത്മീയമായി അനുഗ്രഹമുള്ളവരാണ് എന്നുകൂടി പറയണം. ഇവരുടെ മന്ത്രജപം വേഗത്തിൽ ഫലപ്രദമാകും. വിഷ്ണു, ദേവി, ഗണപതി എന്നിവരെ ആരാധിക്കുന്നത് ഇവർക്ക് കൂടുതൽ ഫലപ്രദമാണ്. ജ്ഞാനം തേടുന്ന മനസ്സ് ഇവർക്കുണ്ടാകും. വിദ്യാ ദദാതി വിനയം, വിനയധാതി പാത്രതാം എന്നാണ്. അതായത് വിദ്യ വിനയത്തെ നൽകും, വിനയം ഭാഗ്യം നൽകും. വിദ്യയുണ്ടെങ്കിലും വിനയമില്ലാത്തവനും ഭാഗ്യം ഉണ്ടാകില്ല എന്നുകൂടി ഈ ശ്ലോകത്തിൽ നമുക്ക് അർത്ഥമാക്കാം. എന്നാൽ കന്നി രാശിക്കാരെ സംബന്ധിച്ച് വിദ്യയും വിനയവും അവരിൽ ഉണ്ടാകും. കന്നി രാശിക്കാർക്ക് നൽകാനുള്ള പ്രധാന സന്ദേശം വൈകിയെങ്കിലും വിജയം കൈവരിക്കുന്നവരാണ് നിങ്ങൾ എന്നുള്ളതാണ്. ശ്രമിച്ചാൽ ഉറപ്പായും ഉയരുന്ന രാശി, അവസരങ്ങൾ വന്നാൽ പിടിച്ചെടുക്കുന്നവർ. ജീവിതത്തിൽ അതുകൊണ്ട് തന്നെ വലിയ സ്ഥാനത്തെത്താൻ നിങ്ങൾക്ക് സാധിക്കും. നമുക്ക് കന്നിരാശിക്കാരുടെ ഇപ്പോഴത്തെ അവസ്ഥയൊന്ന് നോക്കാം. മേൽപ്പറഞ്ഞ സ്വഭാവ ഗുണ വിശേഷങ്ങളൊക്കെയുള്ള കന്നിരാശിക്കാരെ സംബന്ധിച്ച് 2026 ഇനിയുള്ള കാലം, ഈ 2027, 2028 എന്നീ വർഷങ്ങൾ എങ്ങനെ ഉണ്ടാകും എന്ന് പരിശോധിക്കാം. ഈ 3 വർഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ഉയർച്ചയുടെ കാലഘട്ടമാണോ, അതോ പരീക്ഷണങ്ങളുടെ സമയമാണോ? സമ്പത്തിന്റെ വാതിൽ തുറക്കുമോ? വിവാഹവും കുടുംബ സൗഖ്യവും ഉണ്ടാകുമോ? ഇവയെല്ലാം വിശദമായിട്ടുള്ള ഗ്രഹനിലകൾ പരിശോധിച്ച് നമുക്കൊന്ന് വിശകലനം ചെയ്യാം. വ്യാഴം, ശനി, രാഹു, കേതു എന്നീ ഗ്രഹങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ഫലങ്ങൾ പറയുന്നത്. കന്നിക്കൂർ എന്നത് ഉത്തരത്തിന്റെ മുക്കാൽ ഭാഗം, അത്തം, ചിത്രയുടെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. എന്നിരുന്നാലും അതേപോലെ തന്നെ കന്നി ലഗ്നമായിട്ട് ജനിച്ചവർക്കും ഈ ഫലങ്ങളൊക്കെ ലഭിക്കാം. യഥാ ഗ്രഹ തഥാ ഫലം. ഗ്രഹങ്ങൾ എങ്ങനെ സഞ്ചരിക്കുന്നു അതിനനുസരിച്ചാണ് നമുക്ക് ഫലം ലഭിക്കുക. 3 വർഷത്തെ ഗ്രഹനിലകളുടെ അടിസ്ഥാനം ഒന്ന് പരിശോധിക്കാം. കന്നിക്കൂറുകാർക്ക് രാഹു 6ാം ഭാവത്തിലാണ്. വ്യാഴമാകട്ടെ ഇപ്പോൾ മിഥുനത്തിലും, ജൂൺ 2-ാം തീയതി കർക്കിടകത്തിലും, പിന്നീട് ചിങ്ങം രാശിയിലും, പിന്നീട് കന്നി രാശിയിലേക്കും ഒക്കെ വരുന്നുണ്ട്. ശനി ഇപ്പോൾ കുംഭം രാശിയിലാണ്, അത് മീനത്തിലേക്ക് മാറും. ഈ ഗ്രഹങ്ങളുടെയൊക്കെ സംയോജനം തന്നെ നിങ്ങളുടെ ഭാഗ്യം നിർണയിക്കുന്നതാണ്. 2026 എന്നുള്ളത് കന്നിക്കൂറുകാരെ സംബന്ധിച്ച് സുവർണ കാലഘട്ടമാണ്. 2026 കന്നിക്കൂറുകാർക്ക് ഒരു അനുഗ്രഹത്തിന്റെ വർഷമാണ്. ഇപ്പോൾ വ്യാഴം 10ലാണ് ജൂൺ 2 വരെ, പിന്നീട് 11ാം ഭാവത്തിലേക്കാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാജയോഗ സമാനമായിട്ടുള്ള ഫലങ്ങൾ ലഭിക്കുന്ന വർഷമാണ് ഇത്. ഗജകേസരി യോഗത്തിന്റെ ഫലങ്ങൾ ലഭിക്കും. തൊഴിലിൽ വളർച്ച ഉണ്ടാകുന്നതാണ്. സ്ഥാനക്കയറ്റം ഉണ്ടാകുന്നതാണ്. പുതിയ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് നല്ല ജോലി ലഭിക്കാം. പൊതുവെ സാമ്പത്തികമായി നല്ല നേട്ടങ്ങൾ ഉണ്ടാകുന്ന വർഷം കൂടിയാണ്. ഗുരു ബ്രഹ്മ, ഗുരു വിഷ്ണു, ഗുരുദേവോ മഹേശ്വര.
ഗുരു അഥവാ വ്യാഴത്തിന്റെ അനുഗ്രഹം മൂലം അതുതന്നെയാണ് ഗുരുക്കന്മാരുടെ അനുഗ്രഹവും. ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്ന വർഷമാണ് കന്നിക്കൂറുകാർക്ക് 2026. കന്നിക്കൂറുകാരുടെ 2026 വ്യക്തി ജീവിതം പരിശോധിക്കാം. അവിവാഹിതർക്ക് വിവാഹയോഗം ഉണ്ടാകുന്നതാണ്. ദമ്പതികൾക്ക് സന്താന ഭാഗ്യം ലഭിക്കുന്നതാണ്. കുടുംബത്തിൽ പൊതുവെ സന്തോഷം വർദ്ധിക്കുന്നതാണ്. രാഹു 6ാം ഭാവത്തിലാണ്, രാഹു അനുഗ്രഹ ഭാവത്തിലാണ് എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ശത്രുവിനെ തോൽപ്പിക്കാം. കോടതി കേസുകളിൽ വിജയം കൈവരിക്കും. മത്സരങ്ങളിലൊക്കെ ജയസാധ്യതയുമുണ്ട്. ഇനി നമുക്ക് കന്നിക്കൂറുകാർക്ക് 2027 എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം. കന്നിക്കൂറുകാർ വിജയത്തിന്റെ കൊടുമുടി കയറുന്ന വർഷമാണ് 2027. വ്യാഴം ഉച്ചസ്ഥനായി കർക്കിടകം രാശിയിലേക്ക് പ്രവേശിക്കുന്നു. കന്നിക്കൂറുകാരെ സംബന്ധിച്ച് അത് 11ാം ഭാവമാണ്, ലാഭസ്ഥാനം. ഇത് കന്നിരാശിക്കാർക്ക് ഏറ്റവും ഭാഗ്യം നൽകുന്ന വർഷമാണ്, രാശിമാറ്റമാണ്. അതുകൊണ്ട് തന്നെ ആഗ്രഹങ്ങൾ സഫലമാകും. ധനലാഭം വർദ്ധിക്കും. സമൂഹത്തിൽ ബഹുമാനം ലഭിക്കും. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് മികച്ച വിജയം നേടാൻ സഹായിക്കുന്നതാണ്. ബുദ്ധിജീവികൾക്ക് പേരും പ്രശസ്തിയും ലഭിക്കുന്നതാണ്. ഉദ്യമേന ഹി സിദ്ധ്യന്തി കാര്യാണി ന മനോരഥേ. പ്രയത്നത്തിലൂടെ മാത്രമേ എല്ലാ കാര്യങ്ങളിലും വിജയം കൈവരിക്കാൻ സാധിക്കൂ എന്നത് മനസ്സിൽ വയ്ക്കുക. 2027 കന്നിക്കൂറുകാർ ശ്രമിക്കുന്നത് എന്തും വിജയം കൈവരിക്കാൻ സാധിക്കും. ബിസിനസ് മേഖലയിലാകട്ടെ, പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിലാകട്ടെ, നിക്ഷേപങ്ങളിലാകട്ടെ നേട്ടം കൈവരിക്കാം. കൂടാതെ വിദേശ ബന്ധങ്ങളിലും യാത്രകളിലും ഒക്കെ ഗുണകരമാണ്. ഇനി 2028 കന്നിക്കൂറുകാർക്ക് എങ്ങനെയുണ്ടാകുമെന്ന് പരിശോധിക്കാം. 2028 ജാഗ്രതയുടെ വർഷം എന്ന് നമുക്ക് ഒറ്റ വാക്കിൽ പറയാം. 2028 ആകുമ്പോഴേക്കും അല്പം ശ്രദ്ധ കൊടുക്കേണ്ട സമയമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കന്നിക്കൂറുകാർക്ക് ശനി മേടം രാശിയിലേക്ക് എത്തുമ്പോൾ അഷ്ടമശനി ആരംഭിക്കുകയാണ്. അതോടൊപ്പം രാഹു 5ാം ഭാവത്തിലേക്ക് എത്തുകയാണ്. അതായത് അതുവരെ സഹായകരമായിരുന്ന രാഹു കൂടി പ്രതികൂലത്തിലേക്ക് പോവുകയാണ്. തടസ്സങ്ങൾ, അനാവശ്യ ചെലവ്, മാനസിക സമ്മർദ്ദം, ദാമ്പത്യ ജീവിതത്തിൽ തെറ്റിദ്ധാരണ, പങ്കാളിത്ത ബിസിനസ്സിൽ ജാഗ്രത, ആരോഗ്യ പ്രശ്നങ്ങൾ, വയർ, കാലുകൾ എന്നിവയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ, പൊതുവെ ക്ഷീണം എന്നിവ അനുഭവപ്പെടാം. ശനോഹി കൃപായതി ഭവേത് ദുഃഖം സുഖം ഭവേത് എന്നാണ്. ശനിയുടെ പരീക്ഷണങ്ങൾ അവസാനം പാഠങ്ങളായി മാറും. ഈ കാലയളവിൽ കന്നിക്കൂറുകാർ ഒഴിവാക്കേണ്ടത് വലിയ നിക്ഷേപങ്ങൾ നടത്താതിരിക്കുക, കടമെടുത്ത് ബിസിനസ് ആരംഭിക്കാതിരിക്കുക, തർക്കങ്ങളിൽ നിന്ന് ഒഴിവാകുക, അമിതമായിട്ടുള്ള ചെലവുകളൊക്കെ നിയന്ത്രിക്കുക. ഇനി 2028 കന്നിക്കൂറുകാരുടെ ദോഷങ്ങൾക്കുള്ള പരിഹാരം കൂടി പറയാം. എല്ലായ്പ്പോഴും വിഷ്ണു സഹസ്രനാമം ജപിക്കുക. ശാന്തകാരം ഭുജഗശയനം പത്മനാഭം സുരേശം എന്ന മഹാവിഷ്ണു മന്ത്രങ്ങളെ എല്ലാ വ്യാഴാഴ്ചകളിലും ജപിക്കുക. പക്ഷികൾക്ക് ആഹാരം നൽകുക. അതുമൂലം രാഹുവിന്റെയും ശനിയുടെയും ദോഷങ്ങൾ ഇല്ലാതാകും. ഹനുമാൻ സ്വാമിയെ വിളിക്കുന്നതും ദോഷപരിഹാരമാണ്. മനോജപം മാരുത തുല്യവേഗം എന്ന മന്ത്രത്തെ നിത്യം ജപിക്കുക. ചൊവ്വാഴ്ച ദിവസവും ശനിയാഴ്ച ദിവസവും ഹനുമാൻ ചാലിസ ജപിക്കുക. കൂടാതെ പാവപ്പെട്ടവരെ സഹായിക്കുക. അതുവഴി കർമ്മദോഷങ്ങൾ കുറയുന്നതാണ്. കന്നിക്കൂറുകാരോട് എനിക്ക് നൽകാനുള്ള പ്രധാന ഉപദേശങ്ങൾ: 2026-27 വർഷങ്ങളിൽ പണം സംരക്ഷിക്കുക. ഭൂമി, വീട് എന്നിവ വാങ്ങാൻ അവസരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ വാങ്ങുക. ജീവിതത്തിന്റെ അടിത്തറ ശക്തമാക്കുക. 2028 ശാന്തമായി നീങ്ങുക, കരുതലോടെ തീരുമാനങ്ങൾ എടുക്കുക എന്നിവയൊക്കെയാണ്. ഇപ്രകാരം ജീവിതത്തെ ക്രമീകരിച്ചാൽ വിജയങ്ങൾ തുടർന്നും കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. 2026-ലെയും 27-ലെയും വിജയങ്ങൾ നിങ്ങൾ കൈപ്പിടിയിൽ ഒതുക്കി വയ്ക്കുക. അത് 2028 നിങ്ങളെ പിന്നോട്ട് വലിക്കാതെ സഹായകരമാകും. അതാണ് ഈ വീഡിയോയുടെ പ്രസക്തിയും. 2026 കന്നിക്കൂറുകാരെ സംബന്ധിച്ച് 10-ൽ 9 മാർക്ക് നൽകുമ്പോൾ 2027 10-ൽ 10ഉം 2028 10-ൽ 5ഉം മാത്രമാണ്. അതുകൊണ്ട് തന്നെ 2028 ജാഗ്രത പുലർത്തേണ്ടതാണ്. സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്തു തിന്നാം എന്നുള്ള പഴഞ്ചൊല്ലുകൂടി ഈ അവസരത്തിൽ ഓർക്കുക. ഇത്രയും കാര്യങ്ങളാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ച് 2026 മുതൽ 2028 വരെയുള്ള നിങ്ങളുടെ ജ്യോതിഷ ഫലമായി പറയാനുള്ളത്. നിങ്ങളുടെ ജന്മനക്ഷത്രം കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രമാണെങ്കിൽ നിങ്ങളുടെ നക്ഷത്രം ഒന്ന് കമന്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ഓൾ എന്ന് എനേബിൾ ചെയ്തു വെക്കുക. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയ. എല്ലാവർക്കും ഐശ്വര്യവും ശുഭഫലങ്ങളും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം, നന്ദി, ശുഭദിനം.